എല്ലാവർക്കും നമസ്കാരം. മാത്സ് വേയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ B.Ed 4th സെമസ്റ്റർ MCQ എക്സാമിനേഷൻ്റെ മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 3 വീഡിയോ ആണ്. ഓൾറെഡി 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ മാക്സിയം. പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ ഏത് മാക്സിയം അനുസരിച്ചാണ് പോകുന്നത്? ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ, ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ, ഫ്രം കോംപ്ലക്സ് ടു സിമ്പിൾ, ഫ്രം അബ്സ്ട്രാക്ട് ടു കോൺക്രീറ്റ്. ഏത് ആൻസർ? ഓപ്ഷൻ എ, ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: മ്യൂസിക് ബിക്കംസ് സ്വീറ്റ് ഡ്യൂ ടു ദ മാത്തമാറ്റിക്കൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓഫ് ദ 7 സ്വരാസ്. വിച്ച് വാല്യൂ ഓഫ് മാത്തമാറ്റിക്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ്? ഏത് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: എസ്തെറ്റിക് വാല്യൂ, കൾച്ചറൽ വാല്യൂ, സോഷ്യൽ വാല്യൂ, ഇൻ്റലക്ച്വൽ വാല്യൂ. ഏത് വാല്യൂ? ഓപ്ഷൻ എ, എസ്തെറ്റിക് വാല്യൂ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: സിദ്ധാന്ത ശിരോമണി ഈസ് ദ ഫേമസ് ബുക്ക് ബൈ. സിദ്ധാന്ത ശിരോമണി ആരുടെ ബുക്കാ? ഓപ്ഷൻസ്: ആര്യഭട്ട, ബ്രഹ്മഗുപ്ത, ഭാസ്കരാചാര്യ, രാമാനുജൻ. ഓപ്ഷൻ സി, ഭാസ്കരാചാര്യ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഡാൽട്ടൺ പ്ലാൻ? ഡാൽട്ടൺ പ്ലാനിൻ്റെ എസെൻഷ്യൽ ഫീച്ചർ ഏതാ? ഓപ്ഷൻസ്: ക്ലാസ് ടീച്ചേഴ്സ്, കോൺഫറൻസസ്, ക്ലാസ് റൂംസ്, ടൈം ടേബിൾ. ഓപ്ഷൻ ബി, കോൺഫറൻസസ്. കേട്ടോ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ക്രിയേറ്റിവിറ്റി ആൻഡ് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ഈസ് ഡെവലപ്ഡ് ഇൻ. ക്രിയേറ്റിവിറ്റിയും ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസും ഏതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: ഹോംവർക്ക്, റിട്ടൺ വർക്ക്, ഡ്രിൽ വർക്ക്, ബ്രെയിൻ സ്റ്റോമിങ്. അതെ, ഓപ്ഷൻ ഡി, ബ്രെയിൻ സ്റ്റോമിങ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ: മാത്തമാറ്റിക്സ് ഈസ് ദ ഇൻഡിസ്പെൻസിബിൾ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഓൾ ഫിസിക്കൽ റിസർച്ചസ്. ഹൂ സെഡ്? ആരാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്? ഓപ്ഷൻസ്: കാണ്ട്, കൊമെറ്റ്, ഗോസ്, ബേക്കൺ. ഓപ്ഷൻ എ, കാണ്ട്. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ: എം ലേണിംഗ് ഫോക്കസസ് ഓൺ. എം ലേണിംഗ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: ദ മൊബിലിറ്റി ഓഫ് ദ ലേണർ, ഇൻട്രാക്ഷൻ വിത്ത് ദ പോർട്ടബിൾ ടെക്നോളജീസ്, ഫോർ ക്രിയേറ്റിംഗ് ലേണിംഗ് എയ്ഡ്സ് ആൻഡ് മെറ്റീരിയൽസ്, ഓൾ ഓഫ് ദ എബോവ്. അതെ, ഓൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: An instructional technique associated with the zone of proximal development is. Zone of proximal development അനുസരിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ ടെക്നിക്ക് ഏതാ? ഓപ്ഷൻസ്: എക്സ്പ്ലെയിനിങ്, സ്കാഫോൾഡിങ്, ഫെസിലിറ്റേറ്റിംഗ്, മെൻറ്ററിങ്. ഓപ്ഷൻ ബി, സ്കാഫോൾഡിങ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ വരിക? സ്കാഫോൾഡിങ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: എനി വിസിബിൾ ആക്ടിവിറ്റി ഡിസ്പ്ലേഡ് ബൈ ദ ലേണർ ഈസ്. എന്തെങ്കിലും ഒരു വിസിബിൾ ആക്ടിവിറ്റി ഒരു ലേണർ കാണിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പേരിൽ വിളിക്കും? ഓപ്ഷൻസ്: ലേണിംഗ്, സ്കിൽ, ക്രൈറ്റീരിയൺ, ബിഹേവിയർ. ഓപ്ഷൻ ഡി, ബിഹേവിയർ. പത്താമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്വാളിറ്റി ഓഫ് ആൻ ഇംപ്രൊവൈസ്ഡ് എയ്ഡ്. ഇംപ്രൊവൈസ്ഡ് എയ്ഡിൻ്റെ ക്വാളിറ്റി അല്ലാത്തത് ഏതൊക്കെ? ഓപ്ഷൻസ്: ആക്യുറസി, ബ്യൂട്ടി, റെലവൻസ്, ഇൻട്രസ്റ്റ്. ഓപ്ഷൻ ബി, ബ്യൂട്ടി. 11ാമത്തെ ക്വസ്റ്റ്യൻ: പെഡഗോഗിക്കൽ അനാലിസിസ് ഈസ് ദ തറവ് അനാലിസിസ് ഓഫ്. എന്തിൻ്റെ അനാലിസിസാണ്? കണ്ടൻറ്, കരിക്കുലം, സ്റ്റുഡൻറ്, ലേണിംഗ് എക്സ്പീരിയൻസ്. കണ്ടൻറ്. ഓപ്ഷൻ എ. 12ാമത്തെ ക്വസ്റ്റ്യൻ: എ സ്പെസിഫിക്കേഷൻ ദാറ്റ് കംസ് അണ്ടർ അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ഒരു സ്പെസിഫിക്കേഷൻ ഏതാ? ഓപ്ഷൻസ്: ഫോർമുലേറ്റ്സ് ഹൈപ്പോത്തിസിസ്, റീഡ്സ് ലിറ്ററേച്ചർ ഇൻ മാത്തമാറ്റിക്സ്, ഇല്ലസ്ട്രേറ്റ്സ് വിത്ത് എക്സാമ്പിൾസ്, ഹാൻഡിൽസ് ജോമെട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഈസ്. ഏത് ആൻസർ? ഓപ്ഷൻ ബി, റീഡ്സ് ലിറ്ററേച്ചർ ഇൻ മാത്തമാറ്റിക്സ്. 13ാമത്തെ ക്വസ്റ്റ്യൻ: ചൂസ് ദ കറക്റ്റ് ഓർഡർ. കണ്ടൻറ് അനാലിസിസിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാ? ഓപ്ഷൻസ് നോക്കിക്കേ: കോൺസെപ്റ്റ്, ഫാക്ട്, ടേം, പ്രിൻസിപ്പിൾ. അത് ടേം, കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ, ഫാക്ട്. അടുത്ത ടേം, കോൺസെപ്റ്റ്, ഫാക്ട്, പ്രിൻസിപ്പിൾ. ടേം, ഫാക്ട്, കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ. ഏത് ആൻസർ?
ഓപ്ഷൻ ഡി ആണ്. ടേം, ഫാക്ട്, കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ. എ ലാർജ് സെഗ്മെൻറ്റ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഹാവിങ് എ കോമൺ തീം ഓർ ഐഡിയ. ഒരു കോമൺ തീമോ ഐഡിയ ഉള്ള ഒരു സബ്ജക്റ്റ് മാറ്ററിൻ്റെ ലാർജ് സെഗ്മെൻറ്റിനെ എന്ത് പേരിലാണ് വിളിക്കുക? ഓപ്ഷൻസ്: ടെക്സ്റ്റ് ബുക്ക്, യൂണിറ്റ്, ഹാൻഡ് ബുക്ക്, സബ് യൂണിറ്റ്. ഓപ്ഷൻ ബി യൂണിറ്റ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ടു കോൺക്രീറ്റൈസ് ആൻ ആബ്സ്ട്രാക്റ്റ് ഐഡിയ ആൻഡ് മാത്തമാറ്റിക്സ് എ ടീച്ചർ ക്യാൻ യൂസ്. ഒരു മാത്തമാറ്റിക്സിലെ ആബ്സ്ട്രാക്റ്റ് ഐഡിയയെ കോൺക്രീറ്റൈസ് ചെയ്യാൻ ടീച്ചർ എന്താ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക്, ടീച്ചിങ് എയ്ഡ്, ലെസൺ പ്ലാൻ. അതെ, 15ാമത്തത് ഓപ്ഷൻ സി, ടീച്ചിങ് എയ്ഡ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. കോൺ ഓഫ് എക്സ്പീരിയൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. കോൺ ഓഫ് എക്സ്പീരിയൻസ് ആരുടെയാ? ഓപ്ഷൻസ്: ജെറോമി എസ് ബ്രൂണർ, എഡ്ഗർ ഡെയിൽ, ജീൻ പിയാഷെ, ബെഞ്ചമിൻ എസ് ബ്ലൂം. ആരുടെയാ? അതെ, എഡ്ഗർ ഡെയിൽ. ഓപ്ഷൻ ബി. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ എക്സൽ ഇൻഡിക്കേറ്റ്സ്. റോമൻ നമ്പറിൽ എക്സൽ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? 10. എൽ എന്ന് പറഞ്ഞാൽ 50. അപ്പം ഇപ്പുറത്തായതുകൊണ്ട് എക്സ് നമുക്കെന്ത് പറയാം? 50ൽ നിന്ന് 10 കുറയ്ക്കണം എന്ന് വെച്ചാൽ 40. ഓപ്ഷൻ എ 40 ആണ് ആൻസർ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ എക്സ്പോണൻ്റ് ഓഫ് മൈക്രോ ടീച്ചിങ് ഈസ്. മൈക്രോ ടീച്ചിങ്ങിൻ്റെ എക്സ്പോണൻ്റ് ആരാ? ഓപ്ഷൻസ്: ജോൺ ഡ്വേ, D.W. അലൻ, H.A. ആംസ്ട്രോങ്, വൈഗോട്സ്കി. അതെ, 18ാമത്തത് ഓപ്ഷൻ ബി, D.W. അലൻ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് എ ട്രപ്പീസിയം whose length of parallel sides are A and B and the height between these two sides H is. ഒരു ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് എയും ബിയും ആണ്. ആ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രപ്പീസിയം എന്തുവാ? ഓപ്ഷൻസ്: എ പ്ലസ് ബി ബൈ 2h, എ ബി ബൈ 2h, ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി, ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ ബി. ഏത് ആൻസർ? ഓപ്ഷൻ സി, ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്താ? ഓപ്ഷൻസ്: കോസ് എ മൈനസ് ബി, സൈൻ എ പ്ലസ് ബി, കോസ് എ പ്ലസ് ബി, സൈൻ എ മൈനസ് ബി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൈൻ എ മൈനസ് ബി. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. Which type of learning approach helps the learner to think critically about their education situation and also between individual problems and experience in the social context? ഏത് ടൈപ്പ് ഓഫ് ലേണിംഗ് അപ്രോച്ചിലാണ് ലേണറിന് ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന എഡ്യൂക്കേഷണൽ സിറ്റുവേഷനെ കുറിച്ചും ഇൻഡിവിജ്വൽ പ്രോബ്ലംസിനെ കുറിച്ചും എക്സ്പീരിയൻസിനൊക്കെ സോഷ്യൽ കോണ്ടക്സ്റ്റിലുള്ള ഏത് സിറ്റുവേഷനാണ്? ഓപ്ഷൻസ്: ക്രിട്ടിക്കൽ പെഡഗോഗി, സോഷ്യൽ കൺസ്ട്രക്ഷൻ, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഏതാ? ക്രിട്ടിക്കൽ പെഡഗോഗി, ഓപ്ഷൻ എ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. കരിക്കുലം ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ എക്സ്പീരിയൻസസ് ഗ്യാതേർഡ് ബൈ എ ചൈൽഡ് ഫ്രം ദ ക്ലാസ് റൂം, ലൈബ്രറി, ലബോറട്ടറി, പ്ലേ ഗ്രൗണ്ട് എക്സെട്ര. നെയിം ദ ഒറിജിൻ ഓഫ് ദിസ് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ ഏതിൽ നിന്നാണ് കിട്ടിയത്? ഓപ്ഷൻസ്: മുതലിയാർ കമ്മീഷൻ, NCF, KCF, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓപ്ഷൻ ഡി, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആട്ടോ. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫുൾ ഫോം ഓഫ് SMSG. SMSGയുടെ ഫുൾ ഫോം എന്തുവാ? ഓപ്ഷൻസ്: ക്വാർട്ടിസ് മാത്തമാറ്റിക്സ് സ്റ്റഡി ഗ്രൂപ്പ്, സെക്കൻഡറി മാത്തമാറ്റിക്സ് സ്റ്റഡി ഗ്രൂപ്പ്, സ്കൂൾ മാത്തമാറ്റിക്സ് സ്റ്റഡി ഗ്രൂപ്പ്, സ്റ്റുഡൻസ് മാത്തമാറ്റിക്സ് സ്റ്റഡി ഗ്രൂപ്പ്. ഓപ്ഷൻ സി, സ്കൂൾ മാത്തമാറ്റിക്സ് സ്റ്റഡി ഗ്രൂപ്പ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. റോൾ പ്ലേയിങ് ഓർ റിഹേഴ്സൽ ഇൻ വിച്ച് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ക്യാരിഡ് ഔട്ട് ആർട്ടിഫിഷ്യലി ഈസ്. റോൾ പ്ലേയിങ് അല്ലെങ്കിൽ റിഹേഴ്സൽ ഇൻ വിച്ച് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ക്യാരിഡ് ഔട്ട് ആർട്ടിഫിഷ്യലി ടീച്ചിങ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നു. ഏതാ? ഓപ്ഷൻസ്: സിമുലേഷൻ, ഡാൽട്ടൺ പ്ലാൻ, മെൻറ്ററിങ്, മൈക്രോ ടീച്ചിങ്. ഓപ്ഷൻ എ, സിമുലേഷൻ.
25ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് among the following is not true for community based learning in mathematics? കമ്മ്യൂണിറ്റി ബേസ്ഡ് ലേണിംഗ് ഇൻ മാത്തമാറ്റിക്സിൽ ട്രൂ അല്ലാത്തത്. ഓപ്ഷൻസ്: ഹയർ ലെവൽസ് ഓഫ് മോട്ടിവേഷൻ, ഗ്രേറ്റർ ക്യൂരിയോസിറ്റി ലീഡിംഗ് ടു മോർ എഫക്റ്റീവ് എക്സ്പ്ലോറേഷൻ, ക്രിയേറ്റീവ് ഐഡിയാസ് ഡ്രൈവിംഗ് ഇൻവെസ്റ്റിഗേഷൻസ്, ലിമിറ്റഡ് നോളേജ് ഇൻ ദ കണ്ടന്റ്. ഏത് ആൻസർ? ഓപ്ഷൻ ഡി, ലിമിറ്റഡ് നോളേജ് ഇൻ ദ കണ്ടന്റ്. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ. എ ഫ്രീ വെബ് ആപ്ലിക്കേഷൻ ദാറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ക്യാൻ യൂസ് ടു ക്രിയേറ്റ് എഫക്റ്റീവ് ഓൺലൈൻ ലേണിംഗ് സൈറ്റ്സ് ഈസ്. ഏത് ആൻസർ? ഓപ്ഷൻസ്: മൂഡിൽ, എഡ്യൂബ്ലോഗ്, ടീച്ചർ ട്യൂബ്, ഹോട്ട് പൊട്ടറ്റോസ്. ഓപ്ഷൻ എ, മൂഡിൽ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ബസ് ടോപ്പോളജി ഈസ് വെരി യൂസ്ഫുൾ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്ത ഏത് ആൻസർ? മാൻ, ലാൻ, ക്യാൻ, വാൻ. അതെ, ഓപ്ഷൻ ബി, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് റിസർച്ച് ഹെൽപ്സ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് കോൺക്രീറ്റ് പ്രോബ്ലംസ് റൂട്ടഡ് ഇൻ ദ ആക്ച്വൽ ക്ലാസ് റൂം. ഒരു ആക്ച്വൽ ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന ഒരു കോൺക്രീറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അത് ഏത് ടൈപ്പ് റിസർച്ചാണ്? ഓപ്ഷൻസ്: ആക്ഷൻ റിസർച്ച്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഫണ്ടമെൻ്റൽ റിസർച്ച്. ഓപ്ഷൻ എ, ആക്ഷൻ റിസർച്ച്. ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷനല്ലേ നമുക്ക് വേണ്ടത്, അതുകൊണ്ട്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ. തിയറി ബിൽഡിംഗ് ഈസ് ദ പർപ്പസ് ഓഫ്. തിയറി ബിൽഡിംഗ് ഇതിൻ്റെ ഏത് റിസർച്ചിൻ്റെ പർപ്പസാണ്? അപ്ലൈഡ് റിസർച്ച്, ഫണ്ടമെൻ്റൽ റിസർച്ച്, ആക്ഷൻ റിസർച്ച്, സർവേ റിസർച്ച്. ഓപ്ഷൻ ബി, ഫണ്ടമെൻ്റൽ റിസർച്ച്. 30ാമത്തെ. ദ ലേറ്റസ്റ്റ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വാസ്. ഏതാ ലേറ്റസ്റ്റ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക്? NCF 2005, KCF 2005, NCF 2007, KCF 2007. ഓപ്ഷൻ ഡി, KCF 2007. 31ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എമർജ് ഔട്ട് ഓഫ് ദ റിസർച്ച് കണ്ടക്റ്റഡ് ബൈ. പ്രോഗ്രാംഡ് റിസർച്ച് ഇതിൽ ആര് കണ്ടക്ട് ചെയ്ത റിസർച്ചിൽ നിന്നാണ് എമർജ് ചെയ്തത്? ഓപ്ഷൻസ്: B.F. സ്കിന്നർ, ജീൻ പിയാഷെ, നോർമൻ എ ക്രൗഡർ, പൗലോ ഫെയറി. ഓപ്ഷൻ എ, B.F. സ്കിന്നർ. 32ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ആൻ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി വെയർബൈ ദ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് റിസോഴ്സസ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ലേണർ പെർഫോമൻസ്. ഏതാ? കമ്പ്യൂട്ടർ മാനേജ്ഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, നൺ ഓഫ് ദിസ്. ഓപ്ഷൻ എ, കമ്പ്യൂട്ടർ മാനേജ്ഡ് ഇൻസ്ട്രക്ഷൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോൺസെപ്റ്റ് ഓഫ് എ മോഡൽ വിച്ച് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ടീച്ചർ ആൻഡ് ദർ റിലേഷൻഷിപ്പ് ഈസ്. മോഡലിൻ്റെ ഒരു കോൺസെപ്റ്റ്, അത് എന്ത് ചെയ്യുന്നു? ടീച്ചറിൻ്റെ റോളും സ്റ്റുഡൻറ്റിൻ്റെ റോളും അവരുടെ റിലേഷൻഷിപ്പിനെയും കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതാ കോൺസെപ്റ്റ് മോഡലിൻ്റെ? സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം. ഓപ്ഷൻ ബി, സോഷ്യൽ സിസ്റ്റം. 34ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ സർവീസ് ഏതാ? ഓപ്ഷൻസ്: ഇമെയിൽ, ചാറ്റിംഗ്, ന്യൂസ് പേപ്പർ, ഇ കോമേഴ്സ്. ഏതാ ആൻസർ? ഓപ്ഷൻ സി, ന്യൂസ് പേപ്പർ. കമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാത്തത് ന്യൂസ് പേപ്പർ. 35ാമത്തെ ക്വസ്റ്റ്യൻ. എ ക്വാഡ്രിലാറ്ററൽ വിച്ച് ഹാസ് 2 pairs ഓഫ് ഈക്വൽ അഡ്ജസൻറ്റ് സൈഡ്സ് ബട്ട് അൺഈക്വൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈസ്. ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 2 പെയർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വലാണ്, ബാക്കി 2 അൺഈക്വലാണ്. അതിന് എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഓപ്ഷൻസ്: പാരലോഗ്രാം, റോംബസ്, കൈറ്റ്, സ്ക്വയർ. ഓപ്ഷൻ സി, കൈറ്റ്. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റഡിയിങ് ഫോർ ആൻ ഇൻ്റർനാഷണലി recognized qualification without needing to attend classes on campus but with the help of internet is. ഒരു ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്യുക, പക്ഷേ ക്യാമ്പസിൽ പോകാതെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്താണ് പഠിക്കുന്നത്. അതിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഓപ്ഷൻസ്: ഓൺലൈൻ ലേണിംഗ്, ഡിസ്റ്റൻസ് ലേണിംഗ്, സ്റ്റുഡൻറ്റ് സപ്പോർട്ടഡ് ലേണിംഗ്, സെൽഫ് ലേണിംഗ്. ഏത് ആൻസർ? ഓപ്ഷൻ എ, ഓൺലൈൻ ലേണിംഗ്.
ദ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നോഡൽ ഏജൻസി ഏതാ? ഓപ്ഷൻസ് വിക്ടേഴ്സ്, ഇൻഫ്ലിപ്നെറ്റ്, IT@school, കോഴ്സറ. ഏതാ ആൻസർ? ഓപ്ഷൻ സി IT@school. 36ാമത്തെ ക്വസ്റ്റ്യൻ. Today, students can learn about the relationship between geometrical shapes and angles by touching and playing with these concepts on the screens of portable devices. This is ഇപ്പോൾ സ്റ്റുഡൻസിന് എന്താ ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ ടച്ച് ചെയ്ത് പ്ലേ ചെയ്തും പഠിക്കാൻ പറ്റും ആ സ്ക്രീനിൽ ഉപയോഗിച്ച്. അതിന് ഏത് രീതിയിലാണ് പറയുന്നത് നമ്മൾ? പെഡഗോഗിക്കൽ നോളേജ്, ടെക്നോളജിക്കൽ നോളേജ്, പെഡഗോഗിക് കണ്ടന്റ് നോളേജ്, ടെക്നോളജിക്കൽ കണ്ടന്റ് നോളേജ്. ഓപ്ഷൻ ഡി ടെക്നോളജിക്കൽ കണ്ടന്റ് നോളേജ്. വിച്ച് among the following is an advantage of peer evaluation? പിയർ ഇവാലുവേഷൻ്റെ അഡ്വാൻറ്റേജ് ഏതാണ്? ഓപ്ഷൻസ് സേവ്സ് ടീച്ചർ ടൈം, ഇംപ്രൂവ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ്, ഇംപ്രൂവ് മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ്, ഓൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. 40ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൊപ്പണൻ്റ് ഓഫ് ദ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൻ്റെ പ്രൊപ്പണൻ്റ് ആതാ? ഓപ്ഷൻസ് JS ബ്രൂണർ, ഹിൽഡ താബ, R സച്ച്മാൻ, DP ഓസ്ബൽ. ഏതാ ആൻസർ? ഓപ്ഷൻ എ JS ബ്രൂണർ. 41ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോൺസെപ്റ്റ് ഓഫ് സീറോ ഒറിജിനേറ്റഡ് ഇൻ. കോൺസെപ്റ്റ് ഓഫ് സീറോ എവിടെ ഒറിജിനേറ്റ് ചെയ്ത്? ഓപ്ഷൻസ് അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ, ഇന്തോനേഷ്യ. ഓപ്ഷൻ സി ഇന്ത്യ. 42ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് വിച്ച് ടൈപ്പ് ഓഫ് വാലിഡിറ്റി ഈസ് റിക്വയർഡ്? ഇതിൽ ഏത് ടൈപ്പ് വാലിഡിറ്റിയാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിന് വേണ്ടത്? ഫേസ് വാലിഡിറ്റി, കണ്ടന്റ് വാലിഡിറ്റി, കൺകറൻറ്റ് വാലിഡിറ്റി, പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. ഓപ്ഷൻ ബി കണ്ടന്റ് വാലിഡിറ്റി. 43ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി? ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മെയിൻ കമ്പോണൻ്റ് ഏതാ? കമ്പ്യൂട്ടർ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, നെറ്റ്വർക്ക് ടെക്നോളജി, ഓൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ബ്ലൂ പ്രിൻ്റ് ഏത് ഡയമെൻഷണൽ ചാർട്ടാ? 2D ചാർട്ട്, 3D ചാർട്ട്, 4D ചാർട്ട്, 5D ചാർട്ട്. ഏത് ആൻസർ? ഓപ്ഷൻ ബി 3D ചാർട്ട്. 45. ഡെലിബറേറ്റ് പർപ്പസ്ഫുൾ മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ് ആൻഡ് or action in which educators engage in order to improve their professional practices. ഏതാ? റിഫ്ലക്ഷൻ, പ്രഡിക്ഷൻ, ഇവാലുവേഷൻ, ഡെലിബറേഷൻ. ഓപ്ഷൻ എ റിഫ്ലക്ഷൻ. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കഷൻ ഓർ ഇൻഫർമേഷൻ വെബ്സൈറ്റ് പബ്ലിഷ്ഡ് ഓൺ ദ വേൾഡ് വൈഡ് വെബ് കൺസിസ്റ്റിംഗ് ഓഫ് ഡിസ്ക്രീറ്റ് ഓഫൻ ഇൻഫർമേഷൻ പോസ്റ്റീസ്. പിന്നെ എന്ത് പറയും? ഇ കണ്ടന്റ്, ഡിജിറ്റൽ ടെക്സ്റ്റ്, ബ്ലോഗ്, ഫോറം. ഓപ്ഷൻ സി ബ്ലോഗ്. 47ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രിപ്ലറ്റ് ഓൺ എ റൈറ്റ് ട്രയാങ്കിൾ? ഇതിൽ ട്രിപ്ലറ്റ് ഏതാണ്? ഓപ്ഷൻസ് 1 2 3, 3 4 5, 5 6 7, 7 8 9. ഓപ്ഷൻ ബി നോക്കിക്കേ. 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അപ്പോൾ 9 + 16 25. 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈബ്രിഡ് ടീച്ചിങ് മെത്തഡോളജി ഇൻ വിച്ച് ലേണിംഗ് ഈസ് കമ്പൈൻഡ് വിത്ത് ട്രഡീഷണൽ ക്ലാസ് റൂം മെത്തേഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി ഈസ്. ഏതാ? ഓപ്ഷൻസ് മൊബൈൽ ലേണിംഗ്, ഓൺലൈൻ ലേണിംഗ്, ബ്ലെൻഡഡ് ലേണിംഗ്, ഡിജിറ്റൽ ലേണിംഗ്. ഓപ്ഷൻ സി ബ്ലെൻഡഡ് ലേണിംഗ്. എന്ത് ചെയ്യുന്നു? ട്രഡീഷണൽ ക്ലാസ് റൂമും ഓൺലൈൻ ലേണിംഗും ഒരുമിച്ച് വരുമ്പോൾ ബ്ലെൻഡഡ് ലേണിംഗ്. 49ാമത്തെ ക്വസ്റ്റ്യൻ. എനി ടെസ്റ്റ് ഹാവിങ് എ ക്ലിയർ ആൻഡ് അൺഒബിയസ് സ്കോറിംഗ് ക്രൈറ്റീരിയ ഈസ്. ഏതാ? എസ്എ ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഈസി ടൈപ്പ്. ഒബ്ജക്റ്റീവ് ടൈപ്പിന് ക്ലിയർ ഐഡിയ വേണ്ടേ? അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ. യൂണിറ്റ് ടെസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. യൂണിറ്റ് ടെസ്റ്റ് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, പ്രോഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. അതെ, ഓപ്ഷൻ ബി സമ്മേറ്റീവ് ഇവാലുവേഷൻ. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.